നമസ്കാരം, ഞാൻ അജയ് ഉണ്ണി. ഇന്ന് ഞാൻ വേറൊന്നും പറയാൻ വന്നല്ല. എൻ്റെ കാലൊരു 6-7 മാസമായിട്ട് ഒരു ആക്സിഡൻറ്റ് വന്നിട്ട് ഒരു കാല് ബൈക്ക് സ്റ്റാൻഡിൽ വെച്ചിട്ട് വണ്ടി കാലയിലേക്ക് മറിഞ്ഞ് വീണിട്ട് ഇവിടെ അത് ഭയങ്കര വേദനയുണ്ടായിരുന്നു. ഒരു രീതിയിലും ഈ 6 മാസമായിട്ട് വേദന മാറണമായിരുന്നു. ഞാനിത് നമ്മുടെ തൊടുപുഴയിൽ തന്നെ നമ്മുടെ ഒരു തിരുമണ നമ്മുടെ ഒരു ചെറുപ്പക്കാരനാണ്. പുള്ളിയെ ഞാൻ വന്ന് കണ്ടു. പുള്ളിയുടെ അടുത്ത് വന്ന് ഞാൻ ഒറ്റ ദിവസം ഞാൻ തിരുമിയുള്ളൂ. ആ ഒറ്റ ദിവസം കൊണ്ട് തന്നെ എനിക്ക് അപാര മാറ്റം, പറയാൻ പറ്റും, ചിന്തിക്കാത്ത ഒരു മാറ്റം ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ രണ്ടാമത്തെ ദിവസത്തെ തിരുമിന് വേണ്ടി വന്നതാണ്. ഇപ്പോൾ എനിക്ക് വേദനയൊന്നുമില്ല, നടക്കുമ്പോൾ വേദന ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നമ്മുടെ അദ്ദേഹത്തെയും കൂടെ ഞാൻ പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ്. എന്ന് വെച്ചാൽ ഒത്തിരി പ്രായമുള്ള ആളൊന്നുമല്ല, ചെറുപ്പക്കാരനാണ്. നമ്മുടെ അനീഷ് വൈദ്യനെ പരിചയപ്പെടുത്താൻ വരുവാണ്. അനീഷ് വൈദ്യ, നിങ്ങൾ തിരുമ്പ് കഴിഞ്ഞ ദിവസത്തെ ഏറ്റായിരുന്നു. അപ്പോൾ എനിക്ക് നാട്ടുകാരോട് പറയണമെന്ന് ഞാൻ പറഞ്ഞു. എന്നെ 5-6 മാസമായിട്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ കാല് കുത്താൻ പാടില്ലായിരുന്നു. ഇപ്പോൾ ആ കഴിഞ്ഞ ദിവസത്തെ ഒറ്റ തിരുമ്പുകൊണ്ട് നല്ല മാറ്റം. കാല് കുത്തുന്നതിന് ഒരു കുഴപ്പമില്ല. നിങ്ങൾ 4 ദിവസം പറഞ്ഞു, പക്ഷേ ഒരു ദിവസം കൊണ്ട് ഭേദമായി. ഇന്നും കൂടെ നമുക്ക് ഇനി എത്ര ദിവസം വേണം? നമുക്കൊരു 7 ദിവസം വേണം. 7 ദിവസം വേണം. ഇപ്പം എനിക്ക് കുഴപ്പം തോന്നുന്നില്ല, പക്ഷേ അത് നിങ്ങളുടെ കണക്കും പ്രകാരം നമ്മൾ 7 ദിവസം 7 ദിവസം നമ്മൾ 7 ദിവസം ചെയ്യാണ്ട് ഇത് മാറില്ല. 2-3 ദിവസം കൊണ്ട് നമുക്ക് വേദന മാറി കിട്ടും. പക്ഷേ അത് പരിപൂർണ്ണമായിട്ട് മാറാൻ നമുക്ക് 7 ദിവസത്തെ ട്രീറ്റ്മെന്റ്. അതാ പിടുത്തം ശരിക്കും കിട്ടി. എനിക്ക് കുത്താൻ പാടില്ലായിരുന്നു, ശരിക്കും ഒട്ടും കുത്താൻ പാടില്ലായിരുന്നു. കാല് കുത്തുമ്പോൾ ഭയങ്കര വേദനയായിരുന്നു. തണുപ്പത്ത് നമ്മൾ AC എന്നൊക്കെ എണീറ്റ് നടന്നു പോകുമ്പോൾ ഭയങ്കര. ഇന്നലെയൊക്കെ AC ഇരുന്നിട്ട് പോയിട്ട് എനിക്ക് 2 ദിവസം 3 ദിവസം മുമ്പ് നമ്മൾ തിരുമിയത്. എനിക്ക് AC കയറി ഞാൻ ഒരു പടം കണ്ടിട്ടൊന്നും എനിക്ക് ഒരു ബുദ്ധിമുട്ടും തോന്നിയില്ല, യാതൊരു കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതൊന്നും നിങ്ങളെ പരിചയപ്പെടുത്താൻ വന്നതാണ്. ഇതൊക്കെ ആൾക്കാർ അറിയേണ്ടതാണ്. അപ്പോൾ വൈദ്യന് ഇത് എന്തൊക്കെ പരിപാടികൾ അറിയാം? ആയുർവേദത്തിലെ എല്ലാ വിധത്തിലും ട്രീറ്റ്മെന്റുകളും എനിക്കറിയാം. അത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പാരമ്പര്യ ചികിത്സകളാണ്. മെയിനായിട്ട് കളരികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ വിധത്തിലും ഉണ്ട്. വിട്ടുമാറാത്ത ചുമ, വിട്ടുമാറാത്ത നടുവേദന, കൈകഴുപ്പ്, കാലുകഴുപ്പ്, എല്ലാ വിധത്തിലും. മെയിനായിട്ട് കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുന്ന വണ്ണം കുറയ്ക്കുക, ആളുകളുടെ വണ്ണം കുറയ്ക്കുക. ഇതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മനുഷ്യൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണത്തിന്റെ ഉപയോഗം കാരണം എന്തെല്ലാം ഭക്ഷണങ്ങൾ കഴിക്കുന്നത്, അതിൻ്റെ ഉപയോഗം കാരണം ഭയങ്കര പ്രശ്നങ്ങളാണ് എല്ലാവരും. വണ്ണം കൂടുന്നു, കൊഴുപ്പ് കൂടുന്നു, ഫാറ്റി ലിവർ കൂടുന്നു, ഇങ്ങനെ പ്രശ്നങ്ങൾ മനുഷ്യന് വന്നുകൊണ്ടിരിക്കുന്നു. ഈ തടിയുടെ കാര്യം ഇപ്പോൾ വൈദ്യുതി പറഞ്ഞു. അപ്പോൾ ഈ വന്നവർക്ക് എത്ര ദിവസം കൊണ്ട് തടി എങ്ങനെ കുറയ്ക്കാന്നുള്ളതൊന്ന് പറഞ്ഞു കൊടുക്കാമോ? 15 ദിവസം കൊണ്ട് നമ്മൾ 7 കിലോ കുറച്ച് കൊടുക്കും. 7 കിലോ കുറച്ച്. അത് വലിയ വലിയ ചെലവുകളൊന്നും നമുക്കില്ല. നമ്മുടെ വീടിന്റെ അടുത്ത് കാണുന്ന സസ്യങ്ങൾ വെച്ചിട്ട്, ആയുർവേദ ഔഷധങ്ങൾ വെച്ചിട്ടാണ് നമ്മുടെ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇതൊന്നും അവരൊന്നും കൊണ്ടുവരണ്ട, അവർ വന്ന് ഇവിടെ നിങ്ങളുടെ അടുത്ത് വന്നാൽ എല്ലാം നമ്മൾ തന്നെ പ്രിപ്പറേഷൻ ചെയ്യണം. നമ്മുടെ തൊടിയിൽ ഇഷ്ടം പോലെ ആയുർവേദ സസ്യങ്ങളുണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ കാര്യങ്ങൾ. കാണിച്ചു കൊടുത്തേ മോനെ. ഇതാണ് നമ്മുടെ തൊടികൾ കാണുന്നത്. ഇതിലെല്ലാം ആയുർവേദ പച്ചമരുന്നുകളാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു സൈഡ് എഫക്റ്റും ഇല്ല. അപ്പോൾ അതെല്ലാം ചെയ്തു കൊടുക്കും. അപ്പം ഇതിപ്പം ഞാൻ നിങ്ങളപ്പോൾ ഈ പറഞ്ഞ ഈ വണ്ടികളൊക്കെ ഞാൻ അപ്പുറത്തേക്ക് വന്നില്ല. തിരുമന്നേക്ക് ഞാൻ വൈദ്യരെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയോണ്ട് ഇതൊക്കെ ഈ വന്നേക്കണൊക്കെ എന്നാ കേസ് കേട്ടാ വന്നേക്കണേ? വണ്ണം കുറയ്ക്കാനും ഈ കൈകാല് നടുവേദന ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഈ വണ്ടികൾ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ വണ്ടികളൊക്കെ വന്നോണ്ടിരിക്കും. എപ്പോഴും വരാറുണ്ട്. എല്ലാവർക്കും റിസൾട്ട് കിട്ടണമായിരിക്കും. എല്ലാവർക്കും നല്ല റിസൾട്ട് ഉണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു 4-ാം ദിവസം റിസൾട്ടാണ്. അപ്പം ഞാൻ വൈദ്യരുടെ എടുത്ത് വന്നിട്ട് ഇതെനിക്ക് പറയണമെന്ന് എനിക്കിത് ഒരു അനുഭവമാണ്. എൻ്റെ അനുഭവം എനിക്ക് പറയണമെന്ന് തന്നെ തോന്നി. ഇദ്ദേഹമൊക്കെ ഇത്ര ചെറുപ്പത്തിലെ ഇത്ര അഭ്യാസമൊക്കെ പഠിച്ച നാട്ടുകാർക്കൊരു എന്തെങ്കിലുമൊക്കെ ആശ്വാസം കൊടുക്കണമാണ്. അപ്പം നിങ്ങൾക്കുള്ള അസുഖങ്ങൾ എന്താണെങ്കിലും എന്ത് അസുഖമാണെങ്കിലും വിളിച്ചു ചോദിക്കുക. ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ പലതിനും മരുന്നുണ്ട്. അത് ഏതിനൊക്കെയാണ് ഇല്ലെങ്കിൽ ഇല്ലാന്ന് തുറന്ന് പറയുക, ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറഞ്ഞ് അവരെ വിളിച്ചു വരുത്തി. അപ്പോൾ ഞാൻ വൈദ്യരുടെ നമ്പർ ഞാൻ അതിൻ്റെ അകത്തേക്ക് വെച്ചേക്കാം. വൈദ്യർ വിളിച്ച് വൈദ്യരോട് സംശയങ്ങൾ ചോദിക്കാം. ബാക്കി നിങ്ങൾക്ക് വരാനാണെങ്കിൽ ഇങ്ങോട്ട് തൊടുപുഴയാണ് സ്പോട്ട്. തൊടുപുഴ വന്നിട്ട് വൈദ്യരുടെ നമ്പർ വിളിച്ചാൽ മതി. സ്പോട്ട് കൃത്യമായിട്ട് പറഞ്ഞു തന്ന് വൈദ്യർ പറഞ്ഞു തരും. ബാക്കിയെല്ലാം വൈദ്യരുടെ നമ്പർ മുഖേന ചെയ്യുക. അപ്പം ഞാൻ പോവുകയാണ്. ഓക്കെ, ബൈ.